ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മലബാർ കലാപമാണ്. മലബാർ കലാപത്തിൻ്റെ കൂടെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള വാഗൺ ട്രാജഡിയും കവർ ചെയ്യുന്നുണ്ട്. മലബാർ കലാപം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാപ്പിള കലാപങ്ങൾ എന്തായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഈ മലബാർ ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരുന്നു ആ കാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ എന്താണ്, മുസ്ലിങ്ങളായിരുന്നു അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പം അവരെ എന്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? മാപ്പിള എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ മാപ്പിളമാരായിട്ടുള്ള കർഷകർ എന്ത് ചെയ്യും? നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് അവകാശമുള്ള ജന്മിമാർക്കെതിരെ എപ്പോഴും വഴക്കുണ്ടാക്കുകയായിരുന്നു. ഈ നികുതി പിരിക്കാനുള്ള അവകാശമുള്ള ജന്മിമാർ എന്ന് പറയുന്നത് അവിടെയുള്ള ഹിന്ദു അധികാരികളൊക്കെയാണ്. അപ്പം ബ്രിട്ടീഷുകാരാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? ഇങ്ങനെ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കുന്നത്. അപ്പം ഈ ഒരു മാപ്പിള കർഷകരും അതുപോലെ തന്നെ കരം പിരിക്കുന്ന ജന്മിയും തമ്മിൽ എന്താണ് എപ്പോഴും വഴക്കുണ്ടാവുമായിരുന്നു. ഇത്തരത്തിൽ 1836 കാലഘട്ടം മുതൽ മാപ്പിളമാർ ജന്മിമാർക്കെതിരെ നടത്തിയിട്ടുള്ള കലാപങ്ങളെയാണ് നമ്മൾ മലബാർ കലാപങ്ങൾ എന്ന് പറയുന്നത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 22ഓളം മാപ്പിള കലാപങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഒരു 1836 കാലഘട്ടം മുതൽ നോക്കുകയാണെങ്കിൽ. അപ്പം ഈ ഒരു മാപ്പിള കലാപത്തിൻ്റെ തുടർച്ചയായിട്ട് 1921 നടന്ന കലാശക്കൊട്ടാണ് മലബാർ കലാപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ കലാപം എന്ന് പറയുന്നത് ഈ ഒരു മാപ്പിള കലാപത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് നടന്നിട്ടുള്ള ഒരു കലാശക്കൊട്ടായിട്ട് കാണാൻ പറ്റുന്നതാണ്. കൂടാതെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാനാണെങ്കിൽ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരമാണ് ഈ 1921 മലബാർ കലാപം എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മലബാർ കലാപത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു മലബാർ കലാപം നടന്ന താലൂക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നിവിടങ്ങളിലാണ് ഈ ഒരു കലാപം നടന്നിട്ടുള്ളത്. കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം നോക്കുകയാണെങ്കിൽ അത് തിരുവങ്ങാടിയാണ്. തിരുവങ്ങാടി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനി നമ്മൾ ഈ ഒരു മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കളെ പരിചയപ്പെടുമ്പോൾ അലി മുസ്ലിയാർ, വാര്യകുന്നത്ത് മുഹമ്മദ് കുഞ്ഞഹമ്മദ്, സീതി കോയത്തങ്ങൾ. അലി മുസ്ലിയാർ, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ്, സീതി കോയത്തങ്ങൾ ഇവരൊക്കെയാണ് നേതാക്കളായിട്ട് വരുന്നത്. ഇതിൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ ഈ ഒരു കലാപം ഉണ്ടാവാനുള്ള പെട്ടെന്നുണ്ടായ കാരണമാണ് പഠിക്കുന്നത്. അതായത് ഒരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അത്രയും കാലം ഉള്ളൊരു കാരണങ്ങളുടെ കൂടെ പെട്ടെന്ന് അത് പൊട്ടിപ്പുറപ്പെടാനൊരു കാരണം ഉണ്ടായിരിക്കും. അത് നോക്കുകയാണെങ്കിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രാദേശിക സെക്രട്ടറിയാണ് ആര്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. അപ്പം അദ്ദേഹത്തിന് എന്താണ്, മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമേഴ്സ് പരക്കുകയാണ്. അപ്പം അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കലാപമാണ് ഏത്? പൂക്കോട്ടൂർ യുദ്ധം. അപ്പം നമുക്ക് മലബാർ കലാപത്തിൻ്റെ തുടക്കമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന കാരണം എന്ന് പറയുകയാണെങ്കിൽ അത് ഈ പൂക്കോട്ടൂർ യുദ്ധമാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദിനെ മോഷണക്കുറ്റത്തിന് എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമർ പറക്കും. അപ്പം അതിനെതിരായിട്ട് നടത്തുന്ന ഒരു കലാപമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു പൂക്കോട്ടൂർ യുദ്ധം. ഇനി നമ്മൾ പൂക്കോട്ടൂർ യുദ്ധത്തിലെ കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നടന്ന വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1921 ആഗസ്റ്റ് 20 ഇതിൽ 3000ഓളം പേര് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു കലാപത്തെ അടിച്ചമർത്താൻ ആവശ്യമായിട്ടുള്ള സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ജില്ലാ മജിസ്ട്രേറ്റ് ആണ് തോമസ്. അപ്പം തോമസ് എന്ത് ചെയ്യാണ്, ഈ ഒരു പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത് 3000+ ആളുകളൊക്കെ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു കലാപം തന്നെയാണല്ലേ. അപ്പം അത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്താണ്, സൈനിക സഹായം വേണമെന്ന് ഈ ഒരു മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്, തോമസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മലബാർ കലാപത്തിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. നമ്മൾ പറഞ്ഞു ഇത് പൂക്കോട്ടൂർ യുദ്ധം വഴിയാണിത് തുടങ്ങിയതെന്ന്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം എന്താണ്, ഇവർ നന്നായി ശക്തമായിട്ട് പോരാടുന്നുണ്ട് കലാപകാരികൾ. അങ്ങനെ അവർ താൽക്കാലികമായിട്ട് വിജയിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇവർക്ക് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്താൻ പറ്റുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഒരു താൽക്കാലിക ഗവൺമെൻറ്റിനെ അവർ ഫോം ചെയ്യുകയും അതിൻ്റെ അധികാരിയായിട്ട് നമ്മുടെ അലി മുസ്ലിയാരെ ഭരണാധികാരിയായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അലി മുസ്ലിയാർ എന്ന് പറയുന്നത് നമ്മൾ ഈ മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കളായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളായിരുന്നല്ലേ. അപ്പം അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, ഭരണാധികാരിയായിട്ട് അവരോധിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മലബാർ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള കമ്മീഷണർമാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് വില്യം ലോഗൻ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ഒരു കമ്മീഷനെ ഏർപ്പെടുത്തുന്നത് 1881 അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു മലബാർ കലാപം എന്ന് പറയുന്നത് 1921 നടന്നത്. അപ്പം പിന്നെ എങ്ങനെയാണ് 1881 കമ്മീഷൻ വന്നത് എന്ന്? കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1830
36 കാലഘട്ടം മുതൽ തന്നെ എന്താണ് ഈ മാപ്പിള കലാപങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള കമ്മീഷനെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്നത്. അതിലെ വില്യം ലോഗൻ കമ്മീഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് 1881. ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. വില്യം ലോഗൻ എന്ന് പറയുന്നത് മലബാറിലെ കളക്ടർ ആയിരുന്നു. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റ് റീസൺസ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ അസംതൃപ്തി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാരണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് ഈ ഒരു മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണമായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ ഒരു കമ്മീഷണർ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ T.L. സ്ട്രേഞ്ച് കമ്മീഷനെ കുറിച്ച് നമ്മൾ പറയണം. അദ്ദേഹം എന്ന് പറയുന്നത് 1852 ഈ ഒരു മലബാർ കാർഷിക ലഹളകളെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മീഷനാണ്. അപ്പം ആദ്യം തന്നെ വന്നത് ആരാണ്? T.L. സ്ട്രേഞ്ച് ആണ്. പിന്നീടാണ് നമ്മളെ ലോഗൻ കമ്മീഷൻ വരുന്നത്. ആ ഒരു ഇയർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ മലബാർ കലാപത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മലബാർ കലാപത്തിൽ മരണപ്പെട്ടിട്ടുള്ള ഒരു മലബാർ കളക്ടറെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. H.V. കനോലിയാണ്. കനോലിയെ 1855 വധിക്കുന്നത്. ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ടിട്ട് കലാപകാരികൾ എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്തസാക്ഷിയായിട്ട് മലബാർ കളക്ടറായിട്ടുള്ള H.V. കനോലിയെ പറയാം. അപ്പം കനോലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ 2 അഡീഷണൽ പോയിന്റ് പഠിക്കണം. കനോലി പ്ലോട്ട് എന്ന് പറയുന്നത് നിലമ്പൂരിലും കനോലി കനാൽ എന്ന് പറയുന്നത് കോഴിക്കോടുമാണ്. അടുത്തതായിട്ട് നമ്മൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ടിട്ടുള്ള പോലീസ് മേധാവിയാണ് പരിചയപ്പെടുന്നത്. ഹിച്ച്കോക്കാണ് ഈ ഒരു മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വധിച്ച പോലീസ് മേധാവി. അപ്പോൾ നമ്മൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികൾ 2 ആൾക്കാരെ പരിചയപ്പെട്ടു. H.V. കനോലിയും അതുപോലെ തന്നെ ഹിച്ച്കോക്കും. അതിൽ H.V. കനോലി എന്ന് പറയുന്നത് മലബാർ കളക്ടറായിരുന്നു. ഹിച്ച്കോക്ക് എന്ന് പറയുന്നത് പോലീസ് മേധാവിയായിരുന്നു. ഇനി ഹിച്ച്കോക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സ്ട്രാ ഫാക്റ്റ് ഉണ്ട്. ഈ ഹിച്ച്കോക്കിൻ്റെ സ്മരണയ്ക്കായിട്ട് എന്താണ് ബ്രിട്ടീഷുകാർ സ്മാരകം പണിതിട്ടുണ്ടായിരുന്നു. അപ്പം അത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ട് കവിത എഴുതിയിട്ടുള്ള ആളാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്മരണ പൊളിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ വാഗൻ ട്രാജഡി എന്താണെന്ന് പറയുമ്പോൾ നമുക്കതിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഒന്നാമത്തേത് വക്കം അബ്ദുൽ ഖാദറും രണ്ടാമത്തേത് കമ്പത്ത് ചിന്നമ്മയും. വക്കം അബ്ദുൽ ഖാദറെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹം എന്താണ് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നാണ് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു യുവ ഭടനായിരുന്നു. ഇനി കമ്പത്ത് ചിന്നമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷ് പോലീസിനെതിരെ എന്താണ് ശക്തമായിട്ട് പോരാടിയിട്ടുള്ള വനിതയായിരുന്നു കമ്പത്ത് ചിന്നമ്മ. ശേഷം ബ്രിട്ടീഷുകാരെന്താണ് ഈ ഒരു കലാപത്തെ അടിച്ചമർത്തുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്? ഈ ഒരു അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ എന്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കും ബോട്ടോണി ബേ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപുകളിലേക്കൊക്കെ എന്താണ് നാട് കടത്താണ് ചെയ്യുന്നത്. ബോട്ടോണി ബേ ദ്വീപ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു ദ്വീപാണ്. പിന്നീട് നമ്മൾ പറയുന്നത് വാഗൻ ട്രാജഡിയാണ്. 1921 നവംബർ 10 വാഗൻ ട്രാജഡി നടന്നിട്ടുള്ളത്. ഇത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിലിമുകളെ പരിചയപ്പെടുകയാണ്. ഒറ്റ ഫിലിമേ ഉള്ളൂ. 1921 എന്ന് പറയുന്ന ഫിലിം. അത് ഡയറക്റ്റ് ചെയ്തത് I.V. ശശിയാണ്. പിന്നീട് നമ്മൾ ബുക്കുകളാണ് പരിചയപ്പെടുന്നത്. കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു മലബാർ കലാപത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ബുക്കാണ്. ഈ ദുരവസ്ഥയിൽ ഇൻഡക്കാസ് മാരേജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഉള്ളത് ആ ഒരു കഥ പോകുന്നത്. അടുത്തത് ഉറൂബിൻ്റെ ഒരു നോവലാണ് സുന്ദരിമാരും സുന്ദരന്മാരും. അതും നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് എഴുതിയ ബുക്കാണ്. മറ്റൊരു ബുക്കാണ് നമ്മുടെ M. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഖിലാഫത്ത് സ്മരണകൾ. M. ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് നോക്കുന്നുണ്ട്. അദ്ദേഹം ചെർപ്പളശ്ശേരിയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് 1920 നമ്മുടെ ബാലഗംഗാധര തിലകൻ്റെ 1ാം ചരമവാർഷികം നടത്തരുത് എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ട് എന്താണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം മനയിൽ നടത്തും. അതിനെന്ത് ചെയ്യാണ്? പോലീസ് അറസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതും ഇദ്ദേഹത്തെ വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്യല്ല, ഇദ്ദേഹത്തെ എന്താണ് മൃഗീയമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരാൾ തന്നെയാണ് ആര്? M. ബ്രഹ്മദത്തൻ നമ്പൂതിരി. പിന്നീട് നമ്മളെ മലബാർ കലാപം എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ള K. മാധവൻ നായർ. ഇത്രയാണ് നമ്മൾ ബുക്കുകളിൽ പരിചയപ്പെടുന്നത്.
പിന്നീട് നമ്മൾ വില്യം ലോഗൻ്റെ മറ്റൊരു ബുക്ക് കൂടി പരിചയപ്പെടുന്നുണ്ട്, മലബാർ മാനുവൽ. ഈ മലബാർ മാനുവൽ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കാലത്തെ മലബാറിൻ്റെ ചരിത്രം അറിയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഈ ഒരു വില്യം ലോഗൻ ഈ ഒരു ബുക്ക് എഴുതിയത് ആരുടെ സഹായത്തോടു കൂടിയാണ്? ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഹെഡ് ക്ലർക്കായിട്ടുള്ള ഒ ചന്തുമേനോൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഒരു മലബാർ മാനുവൽ എഴുതുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് മലബാർ കുടിയായ്മ നിയമം വന്നത് ഒരു എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് 1929 വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ വാഗൺ ട്രാജഡിയാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ഇത് നടക്കുന്നത് 1921 നവംബർ 10 ഈ ഒരു മലബാർ കലാപത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ എന്ത് ചെയ്യാണ്? തിരൂർ സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ചിട്ട് നമ്മുടെ കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 90ഓളം കലാപകാരികൾ ഓർത്തിരിക്കണം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ഗുഡ്സിൽ നിന്ന് ആളുകളെ കയറ്റുന്നത് നമ്മൾ ഓർക്കണം. എങ്ങോട്ടേക്കാണ് അവരുടെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ ബെല്ലാരി ജയിലിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അതും നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെ തീവണ്ടി കോയമ്പത്തൂരിനടുത്തെത്തുമ്പം കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിൽ എത്തി ഈ ഒരു വാഗൺ തുറന്നപ്പോൾ എന്ത് ചെയ്യുകയാണ്? നമുക്ക് 72 ആളുകളുടെ ജീവൻ നഷ്ടമായതാണ് ഇതിലെ ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അഭാവം മൂലം, അതായത് അങ്ങനെ കുത്തി നിറച്ചിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സിൻ്റെ നമ്പർ ഒന്ന് അറിഞ്ഞിരിക്കുക. MSMLV 1711 എന്നുള്ള നമ്പറുള്ള ഗുഡ്സിലാണ് ഇവരെയൊക്കെ കയറ്റുന്നത്. ഈ ആളുകളെ എന്ന് ഉദ്ദേശിക്കുന്നത് കലാപകാരികളെ എന്താണ് ഇങ്ങനെ കൊണ്ടുപോകാൻ ഈ ഒരു നമ്മുടെ കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് തിരൂരിൽ നിന്ന് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? നമ്മുടെ TS ഹിച്ച്കോക്ക്. അപ്പം ഈ ഒരു TS ഹിച്ച്കോക്കിനെയാണ് പിന്നീട് നമ്മുടെ ഈ മലബാറിലെ കലാപകാരികൾ വധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹിച്ച്കോക്കിനെ പറ്റിയുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ബ്രിട്ടീഷ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് പറയാണ്. കാരണം അദ്ദേഹം അങ്ങനത്തെ ഒരു കാര്യമാണല്ലേ ചെയ്തത്. ഒരു ദയൊന്നും തോന്നാതെ എന്താണ് ഇവരെല്ലാവരും ഒരു ചെറിയൊരു ഗുഡ്സിൽ കുത്തി നിറച്ചിട്ട് കൊണ്ടുപോയ ആളാണ്, അതിന് നേതൃത്വം വഹിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കവിത എഴുതിയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഈ ഒരു വാഗൺ ട്രാജഡിയെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് നേപ്പ് കമ്മീഷനാണ്. AL നേപ്പാണ് ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പം നേപ്പ് കമ്മീഷനാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വാഗൺ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കോട്ട് പഠിക്കുന്നുണ്ട്. സുമിത് സർക്കാരിൻ്റെ കോട്ടാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹം. അപ്പം ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് ഇദ്ദേഹം നമ്മുടെ വാഗൺ ട്രാജഡിയെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഗൺ ട്രാജഡിയുടെ സ്മാരകം എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. ഇത്രയാണ് നമ്മൾ വാഗൺ ട്രാജഡിയിൽ പഠിക്കുന്നത്.